ഹലോ ഗൈസ്, സ്നേഹത്തിൻ്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ, അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ, എങ്കിലും സോദര ഇളങ്കാറ്റിലെങ്ങാൻ തേങ്ങാക്കുലകൾ ആടുന്നുണ്ടോ. ഈ സിനിമയിലുള്ള പാട്ട് പാടിയാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. ഇതാകുമ്പോൾ നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയില്ലേ, എങ്ങാനും കോപ്പിറൈറ്റ് തരുമോ? യൂട്യൂബിൽ തരല്ലേ. അപ്പം ഇളങ്കാറ്റിൽ ഒന്നും ആടുന്നില്ലെങ്കിലും ഷെഫീന എന്ന് പറയുന്ന ബീഡിത്തള്ളയുടെ കുലകൾ നന്നായിട്ട് ആടുന്നുണ്ട്. ചെന്തെങ്കിൻ്റെ കുലയാണോ? കുറച്ചുകൂടെ നന്നായിട്ട് ആടും. അപ്പോൾ ബൈ നമ്മൾ സ്വാഗതം പറഞ്ഞില്ല. ശാരിക ചേച്ചി, വെൽക്കം ബാക്ക്. പറഞ്ഞോളൂ, പറഞ്ഞോട്ട്. ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ശാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കാര്യത്തിൽ വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഞാൻ തുടങ്ങി വെച്ചൊരു ക്യാമ്പയിൻ അത് അറിഞ്ഞോ അറിയാതെയോ പലരും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ എനിക്കൊരു തിരുത്തുണ്ട്. ഷെഫീന എന്ന് പറയുന്ന ജന്തുവിനെ കുറിച്ചാണെങ്കിൽ ആദ്യമായി റിയാക്ട് ചെയ്യുന്ന ആൾ ശാരിക ചേച്ചിയല്ല. ഷെഫീന എന്ന് പറയുന്ന ജന്തുവിനെതിരെ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ രംഗത്തോട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് തന്നെ സായി കൃഷ്ണയാണ്, സീക്രട്ട് ഏജന്റാണ്. അവിടെ മുതൽ ആണ് ഞാൻ ഈ തള്ളയുടെ വീഡിയോസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനിവിടെ സ്വാഗതം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ യൂസ് ചെയ്തത്. സബ്ജക്റ്റ് ഇതൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെഫീന എയറിലാണ്. എയറിലെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ അമ്മാതിരി അപരാധമാണ് നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ വന്നിട്ട് കൊടുക്കുന്നത്. ജെൻസി പിള്ളേർ മാത്രമല്ല കേട്ടോ, വിവരവും ബോധമുള്ള ആൾക്കാർ മൊത്തം തള്ളക്കി വിളി തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഞ്ജു പിള്ള നമ്മുടെ സിനിമാ നടിയും അവതാരകയും ഒക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത്. ഞാൻ ആദ്യമേ തന്നെ പറയാം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സച്ച് എ ലവ്ലി ഗേൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയെ. ഭയങ്കര ഒരു ഇൻസ്പയർഡ് ആണ് ആ കുട്ടി ഒരു മറ്റുള്ള പെൺകുട്ടികൾക്ക്. അത്രയും നല്ല ബോൾഡായിട്ടുള്ള മിടുക്കിയായ ഒരു മോള്. അപ്പോൾ ആ കുട്ടി ഒരു മോഡലാണ്. അപ്പോൾ മോഡലായതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വസ്ത്രത്തിലും അതുപോലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടി ട്രാൻസിഷൻ വീഡിയോസ് ചെയ്യും. ഇനി ട്രാൻസിഷൻ വീഡിയോസ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട്. ട്രാൻസിഷൻ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പൊതുവേ കാണുന്നതാണ്. ഈ ആദ്യം നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ വന്നിട്ട് ഒരു പാട്ടിൻ്റെ ആദ്യത്തെ 2 വരി പാടും. എന്നിട്ട് കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ നിന്ന് മാറിയിട്ട് പിന്നെ നമ്മൾ വരുന്നത് ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു വേഷത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടായിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ ആദ്യം നിൽക്കുന്ന കോലം സുന്ദരിയല്ല, നല്ല ആദ്യം റിയലും പിന്നെ റീലും, അങ്ങനെ ഈ ട്രാൻസിഷൻ വീഡിയോസ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ദയാ സുജിത്ത് ട്രാൻസിഷൻ വീഡിയോസും പിന്നെ ലിപ് കോംബോ അങ്ങനെ ഫാഷൻ പരമായിട്ടുള്ള എല്ലാ കോണ്ടന്റും എടുത്ത് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ദയാ സുജിത്ത്. അതായത് പ്രായപൂർത്തിയായ കുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ മാത്രമല്ല ജീവിക്കേണ്ടത്. പ്രായപൂർത്തിയാകുന്ന കുട്ടികൾ സ്വന്തമായി ഏൺ ചെയ്യണം, അവർ സ്വന്തമായി വരുമാനം ഉണ്ടാക്കണം. അച്ഛനും അമ്മയും പ്രശസ്തരായതുകൊണ്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ കുട്ടിയുടെ അച്ഛൻ സുജിത്ത് വാസുദേവ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു, ഇപ്പോൾ ഡയറക്ടറാണ്. അപ്പോൾ സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ സുജിത്ത് വാസുദേവിൻ്റെ മകൾ കൂടിയാണ് ദയാ സുജിത്ത്. അപ്പോൾ അച്ഛൻ സംവിധായകനായതുകൊണ്ടോ അമ്മ നടിയായതുകൊണ്ടോ അത് ആ കുട്ടി ഏൺ ചെയ്യാതിരിക്കാൻ അതൊന്നും ഒരു ഇതല്ല. അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ ജീവിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു മിടുക്കി കുട്ടി. ആ കുട്ടിയുടെ ഒരു ഫോട്ടോഷൂട്ട് എന്ന് വെച്ചാൽ ഇതുപോലെ ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ട് 2023 ഒരു വീഡിയോ എടുത്തിട്ട് ഷെഫീന GD അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി. അതായത് മറ്റേ വെളിച്ചപ്പാടുകൾ ഇത് വാളെടുത്തിട്ട് തുള്ളൂലേ, അതുപോലെ തുള്ളി മഞ്ജുപിള്ളയുടെ ആജ്ഞാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ റിയാക്ട് ചെയ്യാനെടുത്ത വീഡിയോയുടെ കുറച്ച് ആ ഒരു വീഡിയോയുടെ നമുക്കത് ഷെഫീനയുടെ വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്ത് കേട്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് അത് അത്രയും വൾഗറാണ് അവർ ഉപയോഗിക്കുന്ന ഭാഷ. ഇപ്പോൾ ഇവർ പറയുന്നു ദയാ സുജിത്ത് കാണിക്കുന്നത് പിന്നെ എന്താ ഡ്രസ്സ് അഴിച്ച് കാണിക്കുന്നത് എന്തോ ഭയങ്കര വൃത്തികേടാണെന്ന്. ആ കൊച്ച് അത് ധരിക്കുന്ന ഡ്രസ്സിൽ പോലും ഉണ്ട് മാന്യത. അത്ര മാന്യത പോലും ഇവരുടെ വാക്കുകളിലില്ല. ഇവര് ശരീരം മൊത്തം മറച്ചിരിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇവരുടെ വായിൽ നിന്ന് വമിക്കുന്ന മാലിന്യത്തിന്റെ അത്ര ദുർഗന്ധം വേറെ ഒന്നിനുമില്ല. ഇപ്പൊ പർദ്ദയിട്ട് നടന്നെന്ന് പറഞ്ഞിട്ടോ ചാക്കിൽ മൂടി നടന്നെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. പ്രവൃത്തി അല്ലെങ്കിൽ സ്വന്തം വാ ശരിയായിരിക്കണം. വാ കൊണ്ട് മറ്റുള്ളവരെ ദൂഷിച്ച് അവരുടെ പച്ചമാംസം വാരി ഭക്ഷിച്ചിട്ട് ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വയം പറയുന്നതേ ആകൂ, ബാക്കിയുള്ളവരെ അംഗീകരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോയുടെ ഒരു ഭാഗം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഓഡിയോ, ഈ വൃത്തികെട്ട ശബ്ദം എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രമേൽ വെറുക്കുന്ന അറയ്ക്കുന്ന ഒരു ജന്തുവാണ് ഞാനിത്. മനുഷ്യന്മാർ ഇങ്ങനെയല്ല ശരിക്കും, ഇത് മനുഷ്യനല്ല, ഇത് ഏതോ സ്പെഷ്യൽ ഒരു ബ്രീഡാണിത്.
അതിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് എന്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആ ഓഡിയോ കേൾപ്പിക്കാം. ഞങ്ങൾ വന്നാണ് ചോദിക്കുന്നത്, നാണോ ഇല്ലേ നിങ്ങൾക്ക്? നാണോ ഇല്ലേ ഇങ്ങനെ വന്ന് വിളിച്ചു പറയാൻ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? ഈ 10ഉം 15ഉം ഉണ്ടാക്കുന്നത് ഒരു ക്രെഡിറ്റ് ആണോ? അവർക്കൊന്നും മതിയായിരുന്നു, അതുകൊണ്ട് അവരൊന്നും ഉണ്ടാക്കി. ഈ ഒന്നല്ലേ ഉള്ളൂ 15 ഉണ്ടോ അതൊക്കെ ചോദിക്കും. ഇവര് ആരാ? അതായത് ഈ അൽക്കുലത്ത് തള്ളച്ചി പറയുന്നത്, ഇവിടെ ഇന്നലെ എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ സഹോദരി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണമെന്ന്. അത് ഞാൻ നോക്കേണ്ട കാര്യങ്ങളിൽ നോക്കും. ഈ ഇതില് കുറച്ചൊക്കെ അത് പോവും കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഈ അൽക്കുലത്ത് തള്ളച്ചി പറയുന്നത് മഞ്ജുപിള്ളയുടെ മകൾ ഫാഷൻ രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നത് മറ്റുള്ളവർക്ക് പിടിക്കാൻ വേണ്ടി, അതായത് എൻ്റെ ശരീരം ആണുങ്ങൾ കണ്ടോ പിടിച്ചോ എന്നുള്ള ഒരു ത്വരയോട് കൂടിയാണ് ഈ ട്രാൻസിഷൻ വീഡിയോസ് ചെയ്യുന്നതെന്നാണ് ഈ തള്ള പറയുന്നത്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഫാഷൻ TV കാണൂലേ, ഫാഷൻ TV കാണുമ്പോൾ അതിൽ ആൾക്കാർ പല ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് വരും. ചില സമയത്ത് ആൾക്കാർ ഞാൻ അതിൽ കാണുമ്പോൾ ടേപ്പ് ഒട്ടിക്കും, ബ്ലാക്ക് ടേപ്പ് ഈ ബ്രസ്റ്റിൻ്റെ ഭാഗത്തും നമ്മുടെ ഈ താഴെയും ഈ 2 ഭാഗത്തും നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൻ്റെ 2 ഭാഗത്തും ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ചിട്ട് ടേപ്പ് വരിഞ്ഞ് ചുറ്റിയിട്ട് ഈ റാമ്പ് വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒരുപാട് ആളുകളിരിക്കും. അപ്പോൾ ഈ പ്രൈവറ്റ് പാർട്ടിൽ ടേപ്പ് ഒട്ടിച്ചിട്ട് ബ്ലാക്ക് കളർ ടേപ്പ് ഒട്ടിച്ചിട്ട് ഈ റാമ്പ് വാക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ചുറ്റും ഇരിക്കുന്നവർ എന്നാ കയറി പിടിച്ചോന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് ഈ തള്ളക്ക് ബോധമില്ലേ അല്ലേ? റാമ്പ് വാക്ക് നടത്തുമ്പോൾ ഈ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ പിടിച്ചോ പിടിച്ചോ. ഒരു ഫാഷൻ എന്ന് പറയുന്ന ഇതിന്റെ അർത്ഥം അറിയാവോ? പിന്നെ ഈ തള്ള പറയുന്നുണ്ട് ഫെമിനിസം കാണിക്കുന്നത് തുണി അഴിച്ചിട്ടാണ്. അതായത് ദയാസുജിത്ത് ആ രീതിയിലുള്ള വസ്ത്രം ധരിച്ചത് ഈ പിന്നെ ഫെമിനിസത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ ഫെമിനിസം എന്താണെന്ന് ഈ തള്ളച്ചിക്ക് അറിയാവോ? ഈ പ്രാന്തി തള്ളയ്ക്ക് അറിയാം. ഫെമിനിസം എന്ന് വെച്ചാൽ ഇക്വാലിറ്റിയാണ് ഫെമിനിസം. മീൻസ് പുരുഷന്മാർക്ക് ചില കാര്യങ്ങളിൽ ഒരു മേലാധിപത്യം കൊടുത്തിട്ട് സ്ത്രീകളെ ഡൗൺ ആക്കി വെക്കുമ്പോൾ അതല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ കൂടെ ഏത് ഇപ്പോൾ ഒരു വർക്ക് ജോലി ചെയ്യുന്ന ഒരു ഫീൽഡായിരുന്നാൽ പോലും ഇപ്പോൾ പുരുഷന്മാർക്കൊരു മുകളിലൊരു സ്ഥാനവും സ്ത്രീകൾ അതിൻ്റെ താഴെ വെക്കുമ്പോൾ ഇല്ല, ഞങ്ങൾക്ക് ഈക്വാലിറ്റി, അവർക്കൊപ്പം ഞങ്ങൾക്കും വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസം നേടി അവരെ പോലെ ആകാൻ പറ്റും. ഇപ്പോൾ ഫയർഫോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെയും സ്ത്രീകളെ എടുത്തു തുടങ്ങി. അതാണ് എന്താ ഫെമിനിസം. അതായത് ഈ പുരുഷന്മാർക്ക് സമത്വം വേണം എന്ന് പറയുന്നതാണ് ഫെമിനിസം. അല്ലാതെ ഈ വസ്ത്രം ധരിക്കുന്നതും ഫെമിനിസവും തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ ഈ തള്ളക്കാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? പിന്നെ ഇവർ ഇതിലിരുന്നുകൊണ്ട് മഞ്ജുപിള്ളയോട് പറയുന്നുണ്ട്, എടി നീ അങ്ങനെ ചെയ്യടി. നിങ്ങളെപ്പോൾ തള്ളേ മഞ്ജുപിള്ളയെ കല്യാണം കഴിച്ചത്? അല്ല, സാധാരണ ഭർത്താക്കന്മാരല്ലേ എടി നീ പറഞ്ഞു വിലക്കടി നിന്റെ മോള എന്ന് നിങ്ങളെ സാധാരണ നമ്മളെ ഭർത്താക്കന്മാരാണ് വന്നിട്ട് എന്തോന്നടി നിന്റെ മോള് കാണിക്കുന്നത്, പറഞ്ഞു വിലക്കടി അങ്ങോട്ട് നിന്റെ മോള എന്ന് പറയുന്നത് ഭർത്താക്കന്മാരാണ്. ഇവരെപ്പോൾ മഞ്ജുപിള്ളയെ കല്യാണം കഴിച്ചത്? അല്ലെങ്കിൽ ഇവരാണോ മഞ്ജുപിള്ളയ്ക്ക് മോക്കം ചെലവിന് കൊടുക്കുന്നത്? ഈ മഞ്ജുപിള്ളയുടെ ഭർത്താവ് സംവിധായകനായ സുജിത്ത് വാസുദേവനും മഞ്ജുപിള്ളയ്ക്കും ഇല്ലാത്ത നൊമ്പലം ഈ സ്ത്രീക്ക് എന്തിനാണ്? പിന്നെ മഞ്ജുപിള്ള കേസ് കൊടുക്കുമെന്നുള്ള വക്കിലായി കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മൊത്തത്തിൽ ആളുകൾ എടുത്തിട്ട് ഈ സ്ത്രീയെ അങ്ങോട്ട് അലക്കി വെളുപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ വന്നിരുന്നുകൊണ്ട് പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, എൻ്റെ തറവാട്ടിലെ പെണ്ണുങ്ങൾ, എൻ്റെ കുടുംബത്തിലെ തള്ളേ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നോക്ക്. നിങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ചാക്കിനകത്ത് കയറി നടക്കുന്നതെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പെണ്ണുങ്ങൾ മൊത്തം ചാക്കി കയറി നടക്കണമെന്നുണ്ടോ? ഉണ്ടോ? പിന്നെ സ്വന്തം വീഡിയോസ് ഈ തംബ്നെയിൽ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തു വെച്ച് ചെയ്തിട്ട് സ്വയം ബൂസ്റ്റപ്പ് ചെയ്യുന്ന ലേഡിയാണ് ഇവര്. അവരാണ് ആദ്യമായിട്ട് അവരുടെ നാട്ടിൽ സൈക്കിൾ ചവിട്ടിയത്. ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അവരുടെ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ ഇടുന്നത് അവരാണ്. ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അവർക്ക് ഇന്ന സാധനങ്ങളുണ്ട്, അവരുടെ ഒപ്പുപ്പ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്, അവരുടെ ഒപ്പുപ്പയുടെ കുണ്ടിയിൽ തഴമ്പുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അറിയേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ എങ്ങനെ നടക്കുന്ന നിങ്ങളുടെ മാത്രം കാര്യമാണ്. അത് നമുക്കറിയേണ്ട കാര്യമില്ല. ഈ വിവരദോഷി തള്ളയോടൊന്ന് പറഞ്ഞു കൊടുക്കും. 2026 2026 ആയെന്ന് പറഞ്ഞ് ഒരു പെങ്കൊച്ചു കോള് വിളിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ ചോദിക്കണ് 2046 നീ നിന്റെ അച്ഛനെ കയറി അങ്കിളെന്ന് വിളിക്കുന്നു. ഇവിടെ ഇന്ന് അച്ഛന്മാരെ പേരാണ് വിളിക്കുന്നത്. ഇന്ന് അച്ഛന്മാരെ വാടാന്ന് മക്കൾ വിളിക്കുന്നത്. അത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് മക്കളെ വളർത്തുന്നത്. അപ്പോൾ തള്ള ഓടി 2046 പോയി. 2026 നിങ്ങളുടെ തലയിലെ ചിന്താഗതി മാറുന്നില്ലല്ലോ എന്നാണ് ആ കുട്ടി പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നെ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സുനിത വില്യംസിനെ അറിഞ്ഞൂടെ? സുനിത വില്യംസ് സ്പേസിൽ പോയെന്ന് പറയുമ്പോൾ ആണുങ്ങളുടെ കൂടെയാണോ സ്പേസിൽ പോയതെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതിൽ പെട്ടതാണ് ഈ തള്ള. വിവരമില്ല, ബോധമില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതികരിക്കുന്നത് വെറുതെയാണ്.
എന്ന് വെച്ചാൽ ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും വൾഗറായിട്ടാണ് സംസാരിക്കുന്നത്, അത്രയും വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. കൊച്ചു കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ സെൻസർ ചെയ്യണം ചില വാക്കുകളെന്നല്ല. ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര എന്തോ സംഭവമാണെന്ന്. പിന്നെ തംബ്നെയിൽ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് കയറാനും തോന്നില്ല. തംബ്നെയിൽ വെച്ചിട്ട് തംബ്നെയിലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സ്വയം ബൂസ്റ്റപ്പ് ചെയ്യുക, മറ്റുള്ളവരെ ഇങ്ങനെ പച്ചമാംസം ഭക്ഷിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. യെസ്, ഷീ ഈസ് സ്റ്റണ്ണിങ്, ഔട്ട്സ്റ്റാൻഡിങ്, ബ്യൂട്ടിഫുൾ ബോഡി സ്ട്രക്ചർ ഉള്ള ഒരു കൊച്ചാണ് ദയാ സുജിത്ത് എന്ന് പറയുന്നത്. അപ്പം തള്ളക്ക് സഹിക്കുന്നില്ലല്ലേ? അതായത് നമ്മൾ ആരെങ്കിലും ഒന്ന് തടവണമെങ്കിൽ ബസ്സിൽ കയറി നിൽക്കണം, എന്നിട്ട് ബസ്സിൽ കയറി വരുന്ന എല്ലാവരുടെ അടുത്തും പറയണമെന്ന് എന്നെ ഒന്ന് തടവി വിടാൻ. ഇത് തടവണമെങ്കിൽ വല്ല ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്ന പഞ്ചകർമ്മ കേന്ദ്രങ്ങളിൽ പോയാൽ പോരെ, ആയുർവേദശാലകളിൽ തടവണമെങ്കിൽ നമ്മൾ ബസ്സിൽ കയറണോ? അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. തള്ള അറിവിന്റെ നിറകുടമാണ്. പറയല്ലേ, കാമപ്രാന്ത് ആരാണെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായില്ലേ? അതുള്ളവരുടെ വായിൽ നിന്ന് ഇതുപോലുള്ള ദുർഗന്ധം വമിക്കൂ, മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിലുള്ളതാണ് നമുക്ക് പുറത്ത് ചാടുന്നത്. അല്ലാതെ ഇത് ദയാസുജിത്ത് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ ചിന്താഗതി അല്ലേ ഇത്. ആ കുട്ടി ഫാഷൻ പഠിച്ച കുട്ടിയാണ്. ആ കൊച്ച് ഒരു മോഡലാണ്. അതിന്റെ മോഡലിങ്ങിന്റെ ഭാഗമായിട്ട് അതൊരു ട്രാൻസാക്ഷൻ വീഡിയോ ചെയ്തതാണ്. ആ കുട്ടി പബ്ലിക്കിൽ 10 ആൾക്കാരിരിക്കുന്നതിന്റെ ഇടയിലൂടെ എല്ലാ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയത്. ആ കുട്ടിയുടെ റൂമിൽ ആ കുട്ടിയുടെ ഫോൺ, ആ കുട്ടിയുടെ ക്യാമറ, ആ കുട്ടിയുടെ നെറ്റ്, ആ കുട്ടിയുടെ ഡ്രസ്സ്, ആ കുട്ടിയുടെ സമയം, അതിന് ഇവർക്ക് ഇത്ര തുള്ളൽ എന്തിനാണോ എന്തോ. അതെ, അതായത് ബാക്കിയുള്ള സ്ത്രീകൾ മൊത്തം സ്ട്രഗിൾ ചെയ്താണ് കഴിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അമ്മാവനെ നോക്കണം, അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം, അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കണം. എൻ്റെ പൊന്ന് തള്ളേ, അത് അന്തക്കാലത്തിൽ, മനസ്സിലായില്ലേ? അത് അന്നത്തെ കാലത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ, ഇതൊന്നും ആകാൻ പറ്റാതെ പോയ ഒരു കൂട്ടം ആൾക്കാരുടെ നിലവിളിയുടെ പ്രതിനിധിയാണ് ഈ സ്ത്രീ, മനസ്സിലായില്ലേ? ഈ സ്ത്രീയുടെ പ്രൈം ടൈമിൽ ഇവർക്ക് ഇങ്ങനെയൊന്നും ആകാൻ പറ്റിയിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആൾക്കാർ ടിക്ടോക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്ന ആളുകൾ, ഈ പഴയ ആളുകൾ പാട്ടൊക്കെ പാടും, ഈ ലിപ്പ് കൊടുത്ത് പാട്ടൊക്കെ പാടി വീഡിയോ ഇടും. അപ്പം പല കമൻസ് ഞാൻ അതിൻ്റെ അടിയിൽ കാണും. അവർക്ക് ആയ കാലത്ത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നത് കൊണ്ട് അവരുടെ ഈ പ്രായത്തിലും പക്ഷെ അവരവരുടെ ആ ഒരു ഇത് കൈവിടാതെ അവരിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. അവരൊക്കെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, ആരും ദ്രോഹിക്കുന്നില്ല. പക്ഷെ ഇതിന് ഈ പ്രായത്തിലൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ഇതിനറിയാം. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇതിന് 56-57 വയസ്സായി. ഇനി ഇതുപോലെ ഇരുന്ന് കുറ്റം പറയാൻ മാത്രമേ പറ്റൂ. പക്ഷേ ഈ 56-57 വയസ്സിൽ ഇവരൊരു കൊച്ചു പെൺകുട്ടിയെ പറയുമ്പോഴും അവർ സ്ലീവ്ലെസ് ഇടുന്നുണ്ട്, അവർ പൊട്ട് വയ്ക്കുന്നുണ്ട്, അവർ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, അവർ പുട്ടി അടിക്കുന്നുണ്ട്, കുട്ടി ഫ്രോക്ക് ഇടുന്നുണ്ട്. ഇവരൊരു യൂട്യൂബറുടെ വീടിൻ്റെ മുമ്പ് പോയി കിടന്ന് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഒരു കുട്ടി ഫ്രോക്ക് ഇട്ടുകൊണ്ടാണ് പോയി നിന്ന് വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം. ഒരു 20-22 വയസ്സുള്ളൊരു കൊച്ചിന് ഒന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റെ ജീവിതം അത് തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത ദുഃഖമാണ് ഈ പാവം പിടിച്ച എവിടെയോ കിടന്ന് ആരോ ജനിപ്പിച്ച ഒരു സ്ത്രീക്ക്. ഭർത്താവ് വരുമ്പോ ഞാനത് ആ വാക്ക് പറയുന്നില്ല കേട്ടോ. അമ്മാവെയൊക്കെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവരുടെ പ്രശ്നം അതാണ്. ഇവരുടെ പ്രൈം ടൈമിൽ ഇവർക്കൊന്നും ആകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് ഈ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ല. അപ്പോൾ ഇവർ ഇന്ന് ഈ തുടിപ്പാണ് തുടിക്കുന്നതെങ്കിൽ ആയ കാലത്ത് ഇവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരുന്നെങ്കിൽ ഇവരുടെ ശരീരം കാണിച്ച് എന്തെല്ലാം ഇവർ ചെയ്യുമായിരുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അവർക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഹൈലി അവർക്കുണ്ട്. ഇപ്പം ഈ പ്രായത്തിൽ ഇവർക്ക് ഇങ്ങനെ കുറ്റം പറയാൻ മാത്രമല്ലേ പറ്റും. ഇപ്പം ഇവരൊരു റീലിടുകയോ അല്ല കൊനസ്റ്റ് കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞ ആളുകൾ എന്ത് പറയും? തള്ളേ, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും കേട്ടോ. അല്ലാതെ വന്നിരുന്നുകൊണ്ട് കൊച്ചു പിള്ളേരെ പോലെ ഗോഷ്ഠി കാണിച്ചാൽ എന്ത് ചെയ്യും? അപ്പം ആൾക്കാർ പറയും, തള്ളേ പോയി അടങ്ങി ഒതുങ്ങി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറയും അല്ലേ. പലരും ഇവർക്ക് കമൻ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പോയി നാമം ജപിച്ചുകൊണ്ടിരിക്കാൻ. അപ്പം അതുകൊണ്ടാണ് തള്ള വന്നിരുന്നുകൊണ്ട് ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തീർക്കുന്നത്. പക്ഷേ പറയാതിരിക്കാൻ വേണ്ട. അപ്പോൾ നാറ്റം കാരണം വീഡിയോ തുറക്കാൻ പറ്റൂല. അപ്പം ഇതിനെക്കുറിച്ച് ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്തതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഈ വൃത്തികെട്ട രീതിയിൽ ഒരു കോണ്ടന്റ് ചെയ്യുന്ന വ്യക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ പോർട്രേ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തി ഷഫീന ബീവി. കഴിഞ്ഞ ദിവസം എന്റെ പൊന്നു കൊച്ചെ, ആ ബീവി എന്നുള്ള വാക്കിനൊരു പവിത്രതയുണ്ട്. ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. മഞ്ജുപിള്ളയുടെ മോൾ ദയയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു. ഞാൻ അത് ഷോർട്ട് ക്ലിപ്സ് ആണ് കണ്ടത്. ആൻഡ് ഇന്നാണ് എനിക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കാണാനുള്ള ഒരു ടൈം കിട്ടിയത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ ഈ തള്ളേനെ എന്റെ കൺമുമ്പിൽ കിട്ടിയത് ഞാൻ വലിച്ചു കീറിയത്. അത്രയും കൺമുന്നിൽ വരൂല കുട്ടി, വീട്ടിൽ നിന്ന് വെളിയിറങ്ങൂല, പേടിയാ.
മോശമായിട്ടുള്ള രീതിയിലാണ് ഇവര് ആ വ്യക്തിനെ പോർട്രേ ചെയ്തേക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ഇവർ അതിനകത്ത് പറയുന്നത് ഒരു കാര്യമില്ല മോളെ, ഒരു സുഖം, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഇവരിത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഇവർക്ക് സുപ്രസിദ്ധിയല്ലേ വേണ്ടത്, കുപ്രസിദ്ധിയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇവർക്ക് പൈസ മാത്രം മതി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന. എൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയാണ്, എനിക്ക് നാണവും മാനവും നഷ്ടപ്പെടുകയാണ്, എന്നെ ആൾക്കാരെടുത്തിട്ട് ഉടുക്കുകയാണെന്നുള്ള ബോധം ഇവർ ബോധറേ അല്ല ആ കാര്യത്തിൽ. ഞം 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 മാത്രം ലക്ഷ്യം. നമ്മൾ ഇങ്ങനെ നാണം കെട്ട് പൈസ ഉണ്ടാക്കിയാൽ നമ്മളെ വയറ് മാത്രമേ നിറയൂ. അതുകൊണ്ട് നമുക്ക് സൽപ്പേര് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട. കുറച്ച് കോണ്ടന്റുകളുണ്ട്. ഫെമിനിസം, പണ്ട് നടന്ന മാറുമറയ്ക്കൽ സമരം, സെക്ഷൽ ലൈഫ്, ഇതിനെപ്പറ്റി ഒന്നും വിവരം കുറച്ച് പണ്ട് നടന്ന മാറുമറയ്ക്കൽ ലൈഫ്. ഓക്കെ, ഈ പോയിന്റ് എനിക്ക് വേണമായിരുന്നു. കാരണം ഈ മാറുമറയ്ക്കൽ സമരത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര ചരിത്രം പഠിച്ച ഒരാളാണ്, ഞാൻ ഹിസ്റ്ററിക്ക് എനിക്ക് ഫുൾ മാർക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെയും പറഞ്ഞു ഹിസ്റ്ററിക്ക് ഫുൾ മാർക്ക് ആർക്കും വാങ്ങിക്കാൻ പറ്റുമെന്ന് ഓടിച്ച് വായിച്ചാൽ മതി. ഈ മാറുമറയ്ക്കൽ സമരം എന്ന് വെച്ചാൽ എന്തായിരുന്നു, അത് ഈ സ്ത്രീക്ക് അറിയാമോ? മാറുമറയ്ക്കൽ സമരം എന്ന് വെച്ചാൽ അവിടെ ഒരു ജാതി ഇതും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ താഴ്ന്ന ജാതിക്കാർ മാറ് തുറന്നിട്ടിരിക്കണം. അവിടെ ജാതി വ്യത്യാസമാണ് കാണിക്കുന്നത്. ഈ മാറ് മറയ്ക്കണമെങ്കിൽ കരം കൊടുക്കണം. അത് മാറ് തുറന്ന് കാണിക്കുന്നത് എങ്ങനെയായിരുന്നു? മേൽ വസ്ത്രമേ പാടില്ല. ഈ മേലാളന്മാർ വരുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ജാതി താഴെ ആയതുകൊണ്ട് നിന്നു കൊടുക്കണം. അതിനെതിരെയാണ് ആൾക്കാർ സംസാരിച്ചത്, മനസ്സിലായില്ലേ? അതിനെതിരെ നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ട് നമ്മളെ ശരീരഭാഗം കാണിക്കുന്നതും ജാതിയുടെ പേരിൽ നമ്മളടുത്ത് വേറൊരാളെ തുറന്ന് കാണിക്കാൻ പറയുന്നത് രണ്ടും രണ്ടാണ്, മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്നതും വേറൊരാൾ അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവർക്കില്ല. മാറുമറയ്ക്കൽ സമരത്തിനെ കുറിച്ച് ഇവർ എവിടെയോ വായിച്ച ഓർമ്മയിലിരുന്ന് പിച്ചുമ്പയും പറയുന്നതാണ്. യഥാർത്ഥത്തിൽ മാറുമറയ്ക്കൽ സമരം എന്താണ്? നമ്മൾ പൊരുതി വാങ്ങിച്ച നമ്മുടെ സ്വാതന്ത്ര്യമാണ് അത് വാങ്ങിച്ചത്, മനസ്സിലായില്ലേ? അതായത് ജാതിയുടെ ഇതും കൂടെ വരുന്നുണ്ട്. താഴ്ന്ന ജാതിക്കാരെ കുപ്പത്തൊട്ടിക്ക് തുല്യമായിട്ട് കണ്ട ഒരു സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തത് അത് നമ്മുടെ അഭിമാന പ്രശ്നമായിരുന്നു. അല്ലാതെ ഇവർക്ക് ഈ ഫാഷനും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് ആരെങ്കിലും തള്ളയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ? പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സെക്ഷൽ ലൈഫ്, അതൊക്കെ പേഴ്സണലായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എടുത്തിട്ട് ഭർത്താവ് റൂമിലിട്ട് വരുന്നു, വാ നമുക്കൊന്നും ഏതെങ്കിലും ഭർത്താവ് പറയും വാ നമുക്ക് കിടക്ക പങ്കിടാം അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാന്നൊക്കെ ഏതെങ്കിലും ഭർത്താവ്? എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ആ വാക്ക് ഇവിടെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും മാലിന്യം നിറഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്നാൽ ആർക്കും ഇവരെ ഒന്നും പറഞ്ഞുകൂടാ. എന്നാൽ ഇവർ പറയും എൻ്റെ കുടുംബത്തിൽ അങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം ഇവിടെ ആരും ചോദിച്ചില്ല, ഞങ്ങൾക്ക് അറിയണ്ട നിങ്ങളുടെ കുടുംബത്തിൽ എന്താണെന്ന്. കുറച്ച് പണ്ടെങ്ങോ ബുക്കിൽ പഠിച്ച കുറെ സമരങ്ങൾ മാത്രം വെച്ചല്ല ഒരു കോണ്ടന്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. അതില് അവര് സെക്ഷൽ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയാൻ നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ റെസ്പെക്ട് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം. അതിൽ അവർ വളരെ വൃത്തികെട്ട ഒരു ടേം യൂസ് ചെയ്ത് അവർ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് പുറത്തേക്ക് ഒരാൾക്ക് അറിയാവുന്നതല്ലേ കുട്ടി ചെയ്യൂ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത് പോർട്രേ ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങളൊരു സ്ത്രീയല്ലേ? ഇവർ ആദ്യമായിട്ട് പറയുന്ന പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ ദയാസുജിത്ത്. ഇവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്. പറയുന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അത്രയും ഒട്ടി നിൽക്കുകയാണെങ്കിൽ അവൾ പുറത്തിറങ്ങട്ടെ, ആളുകൾ പിടിക്കട്ടെ, ആണുങ്ങളെ പിടിക്കട്ടെ. അത് അവരുടെ ആഗ്രഹമാണ് കുട്ടി പറഞ്ഞത്. അവരാരെങ്കിലും ഒന്ന് പിടിക്കണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതാണ്. നാട്ടിലും എനിക്കറിയാവുന്ന ആണുങ്ങളൊന്നും ഇതുപോലെ പെൺകുട്ടികളെ പുറത്തിറങ്ങി നടന്ന ഉടനെ പിടിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അടിപൊളി അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്. പെണ്ണുങ്ങളെ പറയുന്നത് പോലെ കുറച്ച് എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിച്ച ഉടനെ കയറി പിടിക്കും എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളാണ് ഫസ്റ്റ് നാട്ടിൽ സൈക്കിൾ ഓടിച്ചത്, ഫസ്റ്റ് ചുരിദാർ ഇട്ടത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് ഇവരുടെ അമ്മയ്ക്കാണ്. അതായത് ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ ജഡ്ജ്. അത് ഇങ്ങോട്ട് തള്ളിയതാണ് മോളെ, അത് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വിവരം എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയും മോഡലിങ്ങിനെ പറ്റിയും വ്യക്തമായി ധാരണ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഫാഷൻ ഇൻഡസ്ട്രിയെ പറ്റി മോഡലിങ്ങിനെ പറ്റി ഒരു ധാരണയില്ല തള്ളയ്ക്ക്. തള്ളയ്ക്ക് ചേരാത്ത ഡ്രസ്സ് വലിച്ച് വാരി കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. ഫോട്ടോ റിയാക്ട് ചെയ്തില്ലായിരുന്നു. ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, അതൊരു മോഡലിംഗിന്റെ പാർട്ടാണ്. അതിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ മോഡലിംഗ് ഫീൽഡിലുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്തു വെച്ച് നീ തൊഴിലില്ലാതെ നിൽക്കുന്നു, നിന്റെ വീട്ടുകാർ മറ്റതാണ്, നിന്റെ തന്ത എങ്ങനെയാണോ, നിന്റെ അവരുടെ തൊഴിലേ അതാണ് മോളെ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്തയും തള്ളയും പറയുക. ഇതാണ് അവർക്ക്. തന്തയും തള്ളയും പറയുന്നതിൽ PhD എടുത്തൊരു സ്ത്രീയാണ് ഇവര്. അപ്പൊ ഇങ്ങനെ തന്തയും തള്ളയും പറഞ്ഞാണ് ഈ യൂട്യൂബേഴ്സിനെ മൊത്തം അവർ ഒതുക്കിയിട്ടേക്കുന്നത്. തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോഴത്തേക്കും കേൾക്കുന്നവർക്ക് അത് വിഷമാവും. അതുകൊണ്ടാണ് അവർ ഈ യൂട്യൂബേഴ്സിനെ മൊത്തം തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാണ് ഒതുക്കിയിട്ടേക്കുന്നത്. പിന്നെ ഇവരൊരു പെൺകുട്ടി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഇതിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ ഇവർ പറയുന്നു, ആ കോളിൽ ചോദിക്കുന്നു, നിന്റെ അച്ഛൻ്റെ മുന്നിൽ നീ ഉടുതുണിയില്ല നിൽക്കുമെന്ന്. അപ്പം ഞാനൊരു ചെറിയൊരു ലഘുവായ രീതിയിൽ ഒരു ലളിതമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് ഒരു പെൺകുട്ടിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. ആ കുട്ടി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അമ്മ മരിച്ചുപോയി എന്ന് വെക്കുക.
ആ കുട്ടിക്ക് ഒരു ഡയപ്പർ മാറ്റാൻ പോലും സ്വന്തമായിട്ട് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു ഒരു പ്രായപൂർത്തിയായ കുട്ടിയാണ്. അപ്പോൾ അതിന് ഒരു പാഡ് വെക്കാൻ, ഒരു ഡയപ്പർ മാറ്റാൻ ഒന്നും സ്വന്തമായിട്ട് അറിയത്തില്ല. വേറെ സഹായിക്കാൻ ആരുമില്ല. ആ കുട്ടി കിടന്ന കിടപ്പിലാണെന്ന് വെക്കുക. ഈ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയുടെ ശരീരം കണ്ടാൽ, ആ ഡയപ്പർ അച്ഛൻ മാറ്റി കൊടുത്താൽ ആ അച്ഛന് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നും? ഒന്നും തോന്നൂല. അതാണ് അച്ഛൻ. മനസ്സിലായില്ലേ? സ്വന്തം മകളിലും കാമം കണ്ടെത്തുന്നവൻ അച്ഛനല്ല. അപ്പോൾ അച്ഛന്മാരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ നിന്നാലും നമ്മൾ അവരുടെ മക്കളാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ വാപ്പയാണെങ്കിൽ തന്നെയും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നൈറ്റി പോലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒന്ന് പൊങ്ങി മുകളിലോട്ട് കയറിയിരുന്ന അത് വലിച്ച് താഴ്ത്തിയിട്ട് തരുന്ന അച്ഛനാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് എൻ്റെ അച്ഛനൊന്നും ഞാനിനി പെറ്റിക്കോട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫാഷൻ പരമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടോ നിന്നാൽ എന്നെ കയറി പിടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇവരുടെ വീട്ടിൽ അച്ഛന്മാരൊക്കെ ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ കയറി പിടിക്കുന്ന അച്ഛന്മാരായിരിക്കും ഇവരുടെ വീട്ടിലുള്ള ആണുങ്ങൾ. അപ്പോൾ ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലുള്ള ആണുങ്ങളെ പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ സൂക്ഷിക്കുക. നിങ്ങൾ മോഡൽ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഇവരുടെ മുന്നിൽ കൂടെ പോയാൽ ഇവരുടെ കുടുംബത്തിലുള്ള ആണുങ്ങൾ കയറി പിടിക്കും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നടക്കണം. ഈ സ്ത്രീയുടെ കുടുംബത്തിലുള്ള ആണുങ്ങൾ ആരും അടുത്തടുപ്പിക്കരുത്. ഇവരുടെ വീട്ടിൽ ഭയങ്കര അടിമത്തമാണ്. ഇവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു ഫാഷൻ സെൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിലൊരു സ്ത്രീകൾ ഇങ്ങനെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ അച്ഛനെന്ന് വെച്ചാൽ മക്കളെ എന്നും മക്കളായിട്ട് കാണുന്ന അച്ഛന്മാരാണ്. അത് നമ്മുടെ ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതിൽ കൂടുതൽ എനിക്ക് ഈ വീഡിയോയെക്കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ആയിട്ട് ഇടുക. പിന്നെ മഞ്ജുപിള്ള കേസ് കൊടുക്കുമെന്നായപ്പോൾ തള്ള വെളുപ്പിക്കൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പേടി തുടങ്ങിയിട്ടുണ്ട്. ഇനി മഞ്ജുപിള്ളയെ ഭീരുവാക്കി ചിത്രീകരിക്കാനും കേസ് കൊടുക്കാതിരിക്കാൻ മഞ്ജുപിള്ളയെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വളച്ചൊടിച്ച് വികൃതമായിട്ട് മഞ്ജുപിള്ളയെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് സംസാരിക്കുക. അത് കേസ് കൊടുക്കാതിരിക്കാനുള്ളൊരു മുൻകരുതലാണ്. മഞ്ജുപിള്ള, നിങ്ങൾ നല്ലൊരു അമ്മയാണെങ്കിൽ ഈ സ്ത്രീ എന്ത് പറഞ്ഞാലും നിങ്ങൾ അവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. കാരണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേട്ടുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ മകൾ ജാനി, അതായത് ദയാ സുജിത്തിന്റെ വിളിപ്പേരാണ് ജാനി കുട്ടിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സഹിക്കില്ല. അത് ഏതൊരമ്മയും അങ്ങനെയാണ്. മക്കളെ പറഞ്ഞാൽ സഹിക്കില്ല. നിങ്ങൾ നല്ലൊരു അമ്മയാണെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോവുക. വായിക്കുക. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ സ്ത്രീയെ നിയമപരമായി നേരിടുക. കാരണം നിങ്ങളുടെ മകൾ എങ്ങനെ തിന്നണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ജീവിക്കണം, എന്ത് തരം ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് ആ കുട്ടിയുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ്. 1947 ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായത് അറിയാതെ വെറുതെ കിടന്ന് കോരം കൊരയ്ക്കുന്ന ഈ സ്ത്രീക്ക് മറുപടി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ വഴി തന്നെയാണ്. സ്ലട്ട് ഷെയ്മിംഗ് ആണ് നിങ്ങളുടെ മകളെ ചെയ്തിരിക്കുന്നത്. അതും വളരെ മോശമായ രീതിയിൽ. ദയവ് ചെയ്ത് നിയമപരമായി മുന്നോട്ട് പോവുക. മഞ്ജുപിള്ള മാമിന് എല്ലാവിധ സപ്പോർട്ടുകളും എന്നെപ്പോലുള്ള ആളുകൾ, എന്നെപ്പോലുള്ള അമ്മമാർ, പെൺമക്കളെ പ്രസവിച്ചിരിക്കുന്ന അമ്മമാർ എല്ലാവിധ സപ്പോർട്ടുകളും തരുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ മെൻറ്റാലിറ്റിയുള്ള കുറേ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ഇതിൽ ഇവരുടെ വീഡിയോയ്ക്ക് പോസിറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. ഇതുപോലുള്ള സ്ത്രീകളൊക്കെ, ടോക്സിക് ലേഡീസൊക്കെ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് അവരെ അവോയ്ഡ് ചെയ്ത് നിർത്തുക. കീപ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക. കാരണം ഇതൊക്കെ വിഷജന്തുക്കളാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും രേഖപ്പെടുത്തുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ വണക്കം.